എത്രാമത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഈ അച്ഛൻ്റെ കൂടെ ആനപ്പണിക്ക് വരുന്നത്? ഞാൻ ഫസ്റ്റ് ഇറങ്ങുന്ന അച്ഛൻ്റെ കൂടെ അല്ല. എൻ്റെ കൊച്ചച്ഛൻ്റെ കൂടെ. കൊച്ചച്ഛൻ്റെ കൂടെ. ഇപ്പം ശ്രീകണ്ഠേശ്വരം ആന കയറുന്ന ശിവകുമാർ എന്ന് പറഞ്ഞ ആന കയറുന്ന പ്രഭാകരൻ്റെ കൂടെയാണ് കൊച്ചച്ഛൻ്റെ കൂടെ ഫസ്റ്റ് ആനപ്പണിക്ക് ഇറങ്ങുന്നത്. ഈ ആനപ്പണിക്ക് വരാനായിട്ട് അച്ഛന് താല്പര്യം അച്ഛന് ആദ്യം താല്പര്യക്കുറവായിരുന്നു, താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആനപ്പണിക്ക് ഇറങ്ങി ഒരു രണ്ട് വർഷം വരെ അവരെ പുറകെ നടന്നതിന് ശേഷമാണ് എന്നെ ആനയുടെ മുകളിലൂരെ കയറ്റുന്നത്. 2 വർഷം പുറകെ ഈ ശിവകുമാറിന്റെ വെള്ളമാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് കയറുന്നത്. ശ്രീകണ്ഠേശ്വരം ശിവകുമാറിന്റെ അത് കയറുന്നത് തന്നെ ഭയങ്കര വേറൊരു ഇതാ. ആനയുടെ ദേഹത്ത് ചവിട്ടിയൊന്നുമല്ല കയറ്റ്, പിന്നെ വലിയൊരു പറങ്കാവിന്റെ മേളിൽ കയറ്റി ഇരുത്തിയിട്ട് അതിന്റെ മേളിൽ നിന്ന് ആനപ്പുറത്തിരുത്തുന്നു. അതിന്റെ മുകളിൽ നിന്ന് ആനപ്പുറത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരു തെങ്ങിന്റെ ചോട്ടി കൊണ്ട് നിർത്തിയിട്ട് അതിന്റെ വെളിയിൽ തന്നെ ഇറക്കുന്നത്. തെങ്ങിൽ അതെന്താണ് കൊച്ചച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാര്യം? ആനക്കാരൊക്കെ ആ ഒരു രീതിയായിരിക്കും അന്നത്തെ. കാരണം ഇത്രയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇനി പണിക്ക് പോകണ്ട, അത് വെച്ച് അങ്ങ് നിർത്തും എന്നുള്ള മതിയാക്കി പോകണമെങ്കിൽ നമ്മള് നിർത്തി പോകാനുള്ള എല്ലാ റാഗിങ്ങും ഒരു നടത്തി അല്ലേ? അതിന്റെ ഭാഗമായിരുന്നു. അല്ലാണ്ട് നമ്മളെ സുരക്ഷിതമായിട്ട് മറ്റെല്ലാരും ആനയുടെ കാലച്ചവിട്ടി കയറുമ്പോഴും നമ്മളെ പെട്ടെന്ന് കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല, മടുത്ത് പോകണം. അങ്ങനെയായിരുന്നു ഈ 2 കൊല്ലം പുറകെ നടത്തിച്ചതും എല്ലാം ശരിക്കും നമ്മളെ വിഷമിപ്പിക്കും. ഈ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട ഒരു പരീക്ഷണങ്ങളായിരുന്നു അല്ലേ?